കാലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ എങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്? വീട്ടിലെ ജോലി ചെയ്യാനും ഒക്കെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജോലി എന്ന്. അതെ അതെ, ജോലി ഒരു ഘടകമാണ്. പെൺകുട്ടികൾക്ക് നല്ലപോലെ ജീവിക്കണമെങ്കിൽ ജോലി തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ജോലി കിട്ടിയാലും കല്യാണം വേണമല്ലോ. അതവരുടെ ഇഷ്ടം. കെട്ടാം കെട്ടാതിരിക്കാം, വിട്ടുവീഴ്ച മനോഭാവം വേണം, അത്ര തന്നെ. അതേ ഉള്ളൂ സാർ. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ കുടുംബമൊക്കെ നല്ലതുപോലെ സന്തോഷമായിട്ടൊക്കെ പോകും. കെ എൻ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു കെ എൻ. പണ്ട് ധൈര്യമില്ല, ഇപ്പോൾ പൊമ്പിളറൊക്കെ പുലിയാന്ന് പറയുന്നുണ്ട് കെ ഡി ആർ. അത്രയേ ഉള്ളൂ കെ ഡി. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അടിമകളായിട്ടൊന്നും കിടക്കുകയൊന്നുമില്ല. ഞാൻ പിന്നെയും വന്നു അമൽ. വെൽക്കം, വീണ്ടും സ്വാഗതം അമൽ. ഞാനും ഫാമിലിയും ഫുൾ ഹാപ്പിയാണ്, പക്ഷേ പല വീടുകളിലും ഒന്നും ചിന്തിക്കുന്നുണ്ട് കെ. അതെ കെ എൻ, കുറേ ഫാമിലികളിലൊക്കെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ഫാമിലിയുണ്ട്. കൂടുതൽ ഭൂരിപക്ഷവും അങ്ങനെയല്ലേ ജീവിക്കുന്നത്. കെ എൻ ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് അമൽ വീണ്ടും എത്തി. അമലെ എവിടേക്കോ ചുറ്റിക്കറങ്ങി വീണ്ടും നമ്മുടെ ലൈവിൽ തന്നെ വന്നെത്തിയിരിക്കുന്നു. കുറച്ചു നേരമായിട്ട് നമ്മളെ സോളോനെ കാണാനില്ലല്ലോ. സോളോ മുങ്ങിയ പറഞ്ഞു തീരും. സോളോ എന്ന് പറയും മുമ്പേ തന്നെ ഒരു പുള്ളി വന്നു. അപ്പോൾ നമ്മളെ കെ ഡി പറയും പോലെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അമൽ എന്ന് വിളിക്കുന്നുണ്ട് കെ എൻ. കെട്ടിയവരൊക്കെ സ്നേഹിച്ച് ജീവിക്കണോ, നമ്മൾ ഇങ്ങനെയാന്ന് പറയുവാണ് സാർ. മൊത്തത്തെ ഓരോരുത്തർക്കും ഓരോ രീതി, പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ചുറ്റുപാടിൽ പോയി പെട്ട് കഴിയുമ്പോൾ പിന്നെ അതനുസരിച്ച് നമുക്ക് അങ്ങ് ജീവിച്ചല്ലേ പറ്റുള്ളൂ സാറേ. സോളോ ഒരു പുള്ളി കെട്ടിയിട്ട് പോയിരിക്കുന്നു. സോളോ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് കെ എൻ. വിഷയം കല്യാണമായതുകൊണ്ട് അറിയാൻ പാടില്ലാത്തത് കൊണ്ടും ഞാൻ ഒന്നും ഉണ്ടായിരുന്നതാണ് എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാത്ത സോളോയ്ക്ക് കല്യാണ വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയുകയാണ്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം സോളോയ്ക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല. സോളോ വേണോ, ഇവിടെ ഒരു മെമ്പർഷിപ്പ് വേണോ എന്ന് ചോദിക്കുകയാണ് മധുസാർ. അതെ, കല്യാണം കഴിക്കാത്തവരെ ഒരു ഗ്രൂപ്പ് മധുസാർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വലിയ ടീം. വേണമെങ്കിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുക. ഞാൻ ചായ കുടിക്കാൻ പോയിരുന്നു ചേട്ടാ. വന്നപ്പോൾ കുറേ ലൈവ് അവിടെയെല്ലാം കയറി ഇറങ്ങി ഇവിടെ വന്നു. അതെ പറയുമ്പോൾ സോളോ അല്ല, അമൽ പറഞ്ഞിട്ടാണല്ലോ ചായ കുടിച്ചിട്ട് വരാമെന്ന്. സോളോ കെ എൻ എന്ന് പറഞ്ഞ് വിളിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയോട് ഇന്ന് സംസാരിച്ച് അത് പുലി തന്നെയാണ് കല്യാണിയാണ്. അതെ, സംസാരിച്ചു അത് പുലി തന്നെയാണ് കല്യാണി എന്ന് പറഞ്ഞു. തേക്കടി കുക്കിനിട്ട് പിടിക്കുവാണോ എന്ന് ചോദിക്കുവാണ് ആശ. കല്യാണം വേണ്ടെന്ന അഭിപ്രായം പറയുവാണ്. ചായക്കടയിൽ വളരെ തിരക്കായിരുന്നു എന്നാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടാ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അവിടെ അമ്പലത്തിൽ ഉത്സവമല്ലേ, അതിനടുത്താണല്ലോ ക്ഷേത്രമാണല്ലോ. അപ്പോൾ അവിടെ സ്വാഭാവികമായും തിരക്കുണ്ടാകും. തീർച്ചയായിട്ടും അറിയാൻ പാടില്ലാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, അതാണ് എന്ന് പറയുന്നത് സോളോ. കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കല്യാണവും കുടുംബജീവിതത്തെയും കുറിച്ച് സോളോയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സോളോ കുറേ വായിക്കാറുണ്ട്, കുറേ പിന്നെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു അഭിപ്രായം സോളോയ്ക്ക് രൂപപ്പെട്ട് വന്നിട്ടുണ്ടാകും. ആ അഭിപ്രായമാണ് പറയേണ്ടത്. കല്യാണം കഴിക്കാത്തതുകൊണ്ട് കല്യാണത്തെ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്നൊന്നുമില്ല. മധുസാറിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അതേപോലെ ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അന്ന് കല്യാണം കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ കഴിച്ചിട്ടില്ലെന്നോ കഴിക്കാൻ പാടില്ല എന്നോ